ഇത് കണ്ടല്ലോ, ഇതിൻ്റെ പേരെന്തോ സ്റ്റിയറിംഗ് വീലാണ്. ഇത് തിരിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഈ റൊട്ടേറ്റിംഗ് മോഷൻ അല്ലേ, ഈ സ്റ്റിയറിംഗ് ഞാൻ വീലിൽ നിന്ന് ഊരി കാണിക്കും. ഈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് ഇത് നേരെ ഈ സ്റ്റിയറിംഗ് വീൽ ഞാൻ ഊരിയെടുത്തു. ഈ ഇരിക്കുന്ന ഭാഗത്തെ ഫുള്ള് എന്താ പറയുന്നത് സ്റ്റിയറിംഗ് ബോക്സ് ആണ്. അപ്പോൾ ആ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ആ സ്റ്റിയറിംഗ് തിരിക്കുന്ന റൊട്ടേഷൻ മോഷൻ വന്ന് ചേരുന്നതാണ് സ്റ്റിയറിംഗ് പിനിയനകത്ത്. ഈ സ്റ്റിയറിംഗ് പിനില്ല, ഈ സ്റ്റിയറിംഗ് പിനിയനിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പിനിയൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന് നേരെ പാരലായിട്ട് ഒരു റാക്ക് കിടപ്പുണ്ട്. ഇതിന് പേര് സ്റ്റിയറിംഗ് റാക്ക് എന്നാണ്. ആ റാക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. നമ്മൾ തിരിക്കുന്നതനുസരിച്ച് വലത്തോട്ട് തിരിക്കുന്നെങ്കിൽ എങ്ങനെ ചെയ്യും? ഇങ്ങനെ തിരിയും. ഇടത്തോട്ടാണെങ്കിൽ ഇടത്തോട്ട് തിരിയും. അപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പോർഷൻ ഏതാ? റൊട്ടേറ്റിംഗ് മോഷനാണ്. ആ മോഷൻ നേരെ സ്റ്റിയറിംഗിലെ കോളം വഴി സ്റ്റിയറിംഗ് പിനിയനിലേക്ക് വന്നു ചേരുകയും പിനിയനിൽ നിന്ന് സ്റ്റിയറിംഗ് ബോക്സ് വഴി നീങ്ങുന്ന മൂവ്മെൻറ്റ് എന്ത് മൂവ്മെൻറ്റാണ്? ആംഗുലാർ മൂവ്മെൻറ്റാണ്. ആംഗുലാർ മൂവ്മെൻറ്റ് വഴിയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. സ്റ്റിയറിംഗ് വീൽ ഉണ്ടാകുന്ന മോഷൻ എന്താണ്? റോട്ടറി മോഷനും സ്റ്റിയറിംഗ് ബോക്സിലുണ്ടാകുന്ന മോഷൻ എന്താണ്? ആംഗുലാർ മോഷൻ.